വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് സേമിയ ഇട്ടിട്ട് ഒരു ഫ്രിഡ്ജിൽ ഉണ്ടാക്കി എടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. സേമിയ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ചൂട് കൂടിപ്പോകരുത്. ഒന്ന് ഈ കളർ വന്നാൽ മതി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ചെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുന്നെടുക്കാം. ഇത് വറുന്ന് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് പാലുണ്ട്. അത് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കാം. ഞാൻ 2 കപ്പ് പാലിനെ ഉണ്ടാക്കുന്നുള്ളൂ. ആ പാലൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് കസ്റ്റേർഡ് വെച്ച് കൊടുക്കാം. ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ പാലിൻ്റെ കൂടെ ഒന്ന് വെന്ത് വരട്ടെ. വറുത്ത് വെക്കണമെന്നൊന്നുമില്ല, വറുക്കാണ്ട് വെക്കുക. വറുത്ത് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എളുപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേമിയ വേട്ടെ. ഇപ്പോൾ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പാലിൽ കലക്കി വെച്ചതാണ്. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. കട്ട കെട്ടിപ്പോവും. തീ ഓഫാക്കുക. കുറച്ച് ലൂസാക്കണം വെച്ചെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു ഒന്ന് ലൂസായി കിട്ടും. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തീ ഓഫാക്കിയത്. നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഫ്രൂട്ട്സൊക്കെ ഇടുന്നതല്ലേ. നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ടയിക്കും. മധുരം കുറച്ച് കുറവാണ്. കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോയത്.
കുറച്ച് വെള്ളം ഒഴിച്ചു. നമുക്ക് ഈ രീതിയിൽ ഇട്ടാൽ മതി. നമുക്കിത് ഓഫാക്കാം. ഒന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ കസ്റ്റേർഡ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നല്ല തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഇടാനുണ്ട്. ഇത് മാങ്ങ, പഴം, ബനാന, ആപ്പിള്, ഇളക്കി വെക്കാം. മുന്തിരി വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനിയിതിപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക്, ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പം ഇതേമാതിരി ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക. ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പിന്നെ കുറച്ച് പിന്നെ നമ്മളെ കസ്റ്റേർഡ് ഇട്ടു. ഇതേപോലെ തന്നെ ഒരു പരിപാടിക്കൊക്കെ വിളമ്പുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഞാനിട്ട് ഷിയാ സീഡാണ്. കറുത്ത കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും. ഇപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ, തന്നെ വീട്ടിൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റൈല് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. അതുപോലെ ഒരു ഫാനും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാട്ടോ കിച്ചണിലൊക്കെ നിൽക്കാൻ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, ബൈ.